36ാമത് തൃശൂർ ജില്ലാ റവന്യൂ കലോത്സവം 22 വേദികളിലായി 12 ഉപജില്ലകളിൽ നിന്നുള്ള 8500ഓളം കുട്ടികളിങ്ങനെ അവരുടെ കലാ വൈവിധ്യം മാറ്റുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഒന്നാം വേദിയായിട്ടുള്ള ടൗൺ ഹാളിലാണ്. ഇരിങ്ങാലക്കുട ടൗൺ ഹാൾ വേദിയിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ സംഘനൃത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. UP വിഭാഗം സംഘനൃത്തമാണ് ആദ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സംഘനൃത്തം എന്ന് പറയുമ്പോൾ എല്ലാവരും അതായത് കാണാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു ഇനം കൂടിയാണ്. പല കലോത്സവങ്ങളിലും ഇതുപോലെ നിറഞ്ഞ സ്റ്റേജിൽ തന്നെയാണ് പലപ്പോഴും സംഘനൃത്തം അവതരിപ്പിക്കപ്പെടാറുള്ളത്. ഇപ്പോൾ UP വിഭാഗം സംഘനൃത്തമാണ് വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഹൈസ്കൂൾ വിഭാഗം അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തവും അരങ്ങേറുന്നുണ്ട്. അപ്പോൾ ഇത് ആസ്വദിക്കുന്നതിനായിട്ട് എത്തിയിട്ടുള്ള ആളുകളെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു നൃത്തം വേദിയിൽ അരങ്ങേറുമ്പോൾ അത് കാണാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഈ കലോത്സവ വേദികളിൽ എത്തുന്ന ഓരോരോ കുഞ്ഞു കുട്ടികളും അവരുടെ കലാ വൈവിധ്യം ഇവിടെ മാറ്റുരയ്ക്കുന്ന വേദിയിലെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തന്നെയാണ്. ഇവിടെ മുകളിലും താഴെയുമായിട്ട് നിറഞ്ഞ സദസ്സിലാണ് ആളുകളുള്ളത്. ഇരിക്കാൻ സീറ്റ് ഇല്ലെങ്കിൽ പോലും നിന്നും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കുട്ടികൾക്കൊപ്പം എത്തിയവർ മാത്രമല്ല ഈ നാട്ടുകാരും ഒരുപാട് പേര് സംഘനൃത്തം ആസ്വദിക്കാനായിട്ട് ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാം വേദിയായ ടൗൺ ഹാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സംഘനൃത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം UP വിഭാഗം സംഘനൃത്തത്തിന് ശേഷം വേണം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തങ്ങൾ അരങ്ങേറാനായിട്ട്. അപ്പോൾ സംഘനൃത്തം എനിക്ക് തോന്നുന്നു പൊതുവിൽ നമ്മൾ കലോത്സവങ്ങളിൽ എപ്പോഴും ആളുകളെ ആകർഷിക്കുന്ന ഒരു ഇനം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇരിങ്ങാലക്കുട നടക്കുന്ന ഈ ഒരു കലോത്സവത്തിലും ആളുകളെ നല്ല രീതിയിൽ ആകർഷിച്ച് ഇവിടെ എത്തിക്കാനായിട്ട് സംഘനൃത്തത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തുടങ്ങിയതാണ് ഈ വേദിയിലെ മത്സരങ്ങൾ. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഉച്ചയോടുകൂടിയും സംഘനൃത്തം ഇവിടെ തുടരുകയാണ്. അത് കാണാൻ എപ്പോഴും ആളുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. എപ്പോഴും കലോത്സവ വേദികളിൽ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അത് കാണാനും ആസ്വദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സംഘനൃത്തം നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ നിന്നാണ് നമ്മൾ ഈ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനോഹരമായിട്ടുള്ള ആ സംഘനൃത്തം നമുക്കും ആസ്വദിക്കാം. മലനാടാണ് മലയേറിയുള്ളൊരു വയനാട് അട്ടമല ചൂരമല കാവലോ ഉണ്ടക്ക് എന്നൊരു ഗ്രാമത്തിന് വെള്ളിക്കൊലുസിൻ തുള്ളലു പോലെ ഒഴുകുന്നൊരു ചെറുപ്പ